ഇലാഹിൻ അലിയ ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയ്യത്തിനെ പറ്റി പഠിച്ചത് മയ്യത്തിൻ്റെ കണ്ണ് അടപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നാം ചെയ്യേണ്ടത് താടി കെട്ടണം. താടിയോട് കൂട്ടി തലയുടെ മൂർധാവിയോട് കൂട്ടി കെട്ടണം. 2 കാലുകൾ കെട്ടണം. ശരീരമാസകലം മയപ്പെടുത്തണം. കൈ, കാല്, വിരലുകൾ ഒക്കെ. ആ സമയം ഇട്ട വസ്ത്രം മാറ്റി നല്ല വൃത്തിയുള്ളത് ഉടുപ്പിക്കണം. മാറ്റിക്കിടത്തണം. സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം അവർ ഉപയോഗിച്ചത് അലക്കി വെച്ചതുണ്ടെങ്കിൽ അത് ഉടുപ്പിക്കുക. മക്കനെയും ഇട്ട് കൊടുക്കുക. വയറ്റത്ത് കനമുള്ള ഒരു സാധനം വെച്ച് കൊടുക്കുക. പിന്നെ തലമുതൽ കാല് വരെ എത്തുന്ന ഒരു തുണി കൊണ്ട് മൂടിക്കൊടുക്കണം. ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ശ്രദ്ധിക്കുക, മലക്കുകൾ ആമീൻ പറയുന്നതാണ്. ആ കിട്ടൽ മയ്യത്തിന് പിന്നെ കിട്ടുകയില്ലല്ലോ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗഫിർലി വറഹ്മഹു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മരിച്ച വ്യക്തിയുടെ മരണലക്ഷണങ്ങൾ നോക്കാം. നല്ലത് മാത്രം പുറത്തു പറയുക. കണ്ണിൽ നിന്ന് വെള്ളം വലിക്കുക, നെറ്റിത്തടം വിയർക്കുക, മൂക്കിൻ്റെ ദ്വാരം വികസിക്കുക, സ്ഖലനമുണ്ടാവുക, ആ റൂമിൽ നല്ല വാസന ഉണ്ടാവുക, ഇതെല്ലാം തന്നെ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാനായാലും നിങ്ങളായാലും ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയാണ്. അതാണ് ഒരാളുടെ വിവേകം. ഒരു ദുആ പറഞ്ഞു തരട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ, മനസ്സമാധാനം കിട്ടാൻ. ബിസ്മില്ലാഹി അലാ നഫ്സി വാഹിലി മാലി. ബിസ്മില്ലാഹി അല നഫ്സി വാഹിലി വമാലി. അല എന്നാണ്, അല അല്ല, അല ഒയിന്. ഇന്നത്തെ ചോദ്യം, സൂറ ബഖറ 258 ആയത്തിൽ ഇബ്രാഹിം നബിക്ക് പുറമെ പറഞ്ഞ വ്യക്തി ആരാണ്? ചോദ്യം നമ്പർ 2, സൂറ ബഖറയിൽ 248 ആയത്തിൽ എന്താണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്? ബഖറ സൂറയിൽ 224 ആയത്തിലെ ഈ കൽപ്പനകളിൽ ഏറ്റവും തീവ്രമായ പരീക്ഷണം ഏതായിരുന്നു? അൽഹംദുലില്ലാഹ്, എല്ലാവരും ക്ലാസ് കേൾക്കുകയും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളാക്കി അല്ലാഹു തആല നമ്മുടെ ഏടുകൾ രേഖപ്പെടുത്തട്ടെ. ഇതും ഒരു സൽക്കർമ്മമാക്കി നമ്മുടെ ഏടുകൾ രേഖപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.